മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം നൽകാം എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളം കൂടുതൽ ദരിദ്രമാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുള്ളൂ എന്ന കാടത്തപരമായ സമീപനമാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞത് കേരളം വെറുതെ പുലമ്പിയിട്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ ഇവരുടെയെല്ലാം കേരള വിരുദ്ധത ഇതിനപ്പുറം വ്യക്തമാക്കാൻ വേറെ ഒന്നും വേണ്ടതില്ല. സംസ്ഥാനങ്ങളുടെ നികുതി വീതം യൂണിയൻ സർക്കാരിൻ്റെ ഔദാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. മറിച്ച് ഭരണഘടനാപരമായ അവകാശമാണ്. ഇത് ഈ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുരേഷ് ഗോപിക്ക് കേരളത്തോടുള്ള അവജ്ഞ ഒരുതരം വംശീയമായ ഭ്രാന്താണ്. അതിൽ നിന്ന് ഉടലെടുക്കുന്ന ശുദ്ധ വിവരക്കേടാണ് അദ്ദേഹം ഭ്രാന്തമായ രീതിയിൽ പുലമ്പുന്നത്. രാജ്യം നേരിടുന്ന ഗുരുതര വിഷയങ്ങളും പണപ്പെരുപ്പവും വിലക്കയറ്റവും അഭിസംബോധന ചെയ്യുന്ന യാതൊരു നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ വാങ്ങൽ ശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥ കൂടുതൽ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് സാധാരണ ജനങ്ങളെ നയിക്കുന്നതാണ് ബഡ്ജറ്റിൻ്റെ പൊതു രീതി. സമ്പന്ന വർഗത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതാണ് മോഡി സർക്കാരിൻ്റെ ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കപ്പെട്ട നിരവധി ഇനങ്ങൾ. കോർപ്പറേറ്റ് കമ്പനികൾക്കെല്ലാം സാമ്പത്തിക ആനുകൂല്യം വാരിക്കോരി നൽകുന്ന നിലയാണ് സ്വീകരിച്ചത്. വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിക്കാനുള്ള ഊർജിത ശ്രമമാണ് BJP സർക്കാർ നടത്തുന്നത്. ഭക്ഷ്യ സബ്സിഡി, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖല, കർഷകക്ഷേമം, ആരോഗ്യം, ഗ്രാമീണ വികസനം, സാമൂഹിക സുരക്ഷാ പദ്ധതി തുടങ്ങി പൗരന്മാരുടെ നിത്യ ജീവിതത്തിൽ അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ബഡ്ജറ്റ് ശ്രദ്ധ നൽകിയിട്ടില്ല. നഗരവികസനവും മോഡി ഭരണത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. പാർശ്വവൽകൃത ജനവിഭാഗം ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരാകരിച്ചതിലൂടെ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ജനസംഖ്യയിലെ ഭൂരിപക്ഷം കുറഞ്ഞ വേതനത്തിലും അടിസ്ഥാന സൗകര്യ ലഭ്യതയില്ലാതെയും ദുരിതത്തിലാവുകയാണ്. ആദായ നികുതി പരിധി 12 ലക്ഷമായി വർദ്ധിപ്പിച്ചത് സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് ഗുണമുണ്ടാകുന്നത്. രാജ്യത്തിലെ 200ഓളം വരുന്ന സമ്പന്നർക്ക് 4% സ്വത്ത് നികുതി ഏർപ്പെടുത്തുക എന്നത് കോർപ്പറേറ്റ് നികുതി ഉയർത്തുന്നതിന് വേണ്ടി നിരവധി ആവശ്യങ്ങൾ ഉയർന്നു വന്നതാണ്. നികുതി 4% ഉയർത്തണം എന്നുള്ളത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പരിരക്ഷ നൽകുക എന്നതും ഇതിലൊന്നും കാര്യമായ രീതിയിലുള്ള ഒരു ശ്രദ്ധയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതിലേക്ക് നയിക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കാണാനാവുക. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി 100%
പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തുലക്കുന്നതിന് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ ധാരണ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ കേരളത്തോടുള്ള ഈ അവഗണനയിൽ പ്രതിഷേധിക്കുന്നതിന് കേരളത്തിലെമ്പാടും വലിയ കേന്ദ്ര വിരുദ്ധ സമരം രൂപപ്പെടുത്തണമെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. വരുന്ന 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ ഏരിയ അടിസ്ഥാനത്തിലുള്ള ജാഥകൾ, കാൽനട ജാഥകൾ നടത്താൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 25-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രത്തിലെയും കേന്ദ്ര ഓഫീസുകൾ ഉപരോധിക്കുന്ന രീതിയിലുള്ള ഉപരോധ സമരം നടത്തണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കത്തക്ക രീതിയിൽ ഈ സമര പ്രക്ഷോഭ പരിപാടികൾ ഒരു കേരള വികാരം രൂപപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തോട് കാണിക്കുന്ന ഈ വിവേചനം, കേരളത്തിനെതിരായിട്ട് നടത്തുന്ന ഈ സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് കേരളത്തോടുള്ള ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.